എല്ലമ്മ ബായമ്മ. വന്തവാസി എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ കുറേ അമ്മമാർ ഇവിടെ പുല്ല് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നീളം കൂടുതലും നീളം കൂടിയതും നീളം കുറഞ്ഞതും സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ പുല്ലിൻ്റെ നീളം കേട്ടോ. ഏകദേശം ഒരു 5 അടിയോളം ഉണ്ടാവും ഈ പുല്ല്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പുൽപ്പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഷെഡിൻ്റെ ഉള്ളിൽ പുൽപ്പായ നിർമ്മിക്കണതാണ്. അതായത് നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന പുൽപ്പായ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത്, ചെറിയൊരു കമ്പനി. അപ്പോൾ അതേപോലെ കുറേയധികം അമ്മമാർ ഇവിടെ നിന്നിട്ട് ആ പുല്ല് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്കൊന്ന് അവരുടെ വിശേഷങ്ങൾ കാണാം. അമ്മ ഉങ്ക പേര് சொல்லுங்க. எல்லம்மா. எல்லம்மா. ஆமா. ஓகே. எத்தனை வருஷமா இது பண்ணிட்டு இருக்க? எத்தனை வருஷம்? இது வந்து நான் கோயந்தில இருந்து கருத்து தெரிஞ்சிருந்து செஞ்சுட்டு இருக்கேன் இந்த தொழில. அப்படியா? ஆமா ஆமா. ഓക്കെ. എല്ലമ്മ. എല്ലമ്മ. ഈ അമ്മയുടെ പേര് എല്ലമ്മ എന്നാണ്. പുള്ളിക്കാരത്തി ചെറുപ്പം മുതൽ, അതായത് കൊളന്ത് 5 വർഷം 5 വയസ്സായിരുന്നപ്പോൾ 5 വർഷം മുതലൊക്കെ ഇവരുടെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വേലയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പുല്ല് ഇത് എവ്വളോ കട്ട് പണുങ്ങ 2 ആക്കുമോ 3 ആക്കും 4 ആക്കുമോ? ഓക്കെ. ഈ ഒരു പുല്ലാണ്ടോ നല്ല കട്ടിയുണ്ട് അത്യാവശ്യം. ഈ പുല്ല് 2 ആക്കി മുറിക്കണേണ് ഇവർ. എന്നിട്ട് വേണം ഇത് ഉണക്കാനായിട്ട്. അപ്പോൾ ഉണക്കാനായിട്ട് കുറേ അവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലമ്മ ഇത് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണം. മുറിക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നായിട്ട് കയറ്റി വെക്കണം. വലിയൊരു കത്തിയാണ് കേട്ടോ, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. നോക്കിയേ. ഒരുമിച്ചൊരു 10-30 എണ്ണം ആ കത്തിയുടെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചിട്ടാണ് പിന്നീടാണത് മുറിക്കണത്. ഞാൻ നോക്കട്ടോ, മുറിക്കണം. ഓക്കെ. ബാക്കിലോട്ട് വലിക്കുകയാണ് ചെയ്യാറ്. നോക്കി. ഇപ്പം 2 ആയി. അതിനുശേഷം ബാക്കിൽ അതേപോലെ മുറിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് വേറൊരു അമ്മ ഇരിക്കണ്ട കേട്ടാ. അമ്മയടുത്ത് പേരെന്താന്ന് ചോദിക്കാം. ചൂടാവുമെന്ന് എനിക്കറിയില്ല. അമ്മ മൈൻഡ് ചെയ്യല എന്നാ. അമ്മ ഉങ്ക പേര് സൊല്ലുമ്മ. സീത. சீதா. ஆமா சீதா. சீதா இது இருக்கு. சீதா. ராமன் எங்க இருக்கு? நான் கட்டிக்கல. ஷோ பேச்சுலர். நானும் பேச்சுலர் தான். நானும் கல்யாணம் பண்ணல. സീതാമ്മ. സീതാമ്മന്ന് കൂപ്പിടാല്ല. ഓക്കെ. സീതാമ്മ ഉണ്ട്. പിന്നെ വേറെ 3 അമ്മമാരുണ്ട് ഇവിടെ. ഈ അമ്മയുടെ പേര് ചോദിക്കാം. അമ്മ ഉങ്ക പേര് സൊല്ലുങ്ക. റോസി. അമ്പോ, അമ്മയുടെ പേര് റോസി എന്നാണ്ട. റോസി ചേച്ചിയാണ് നമ്മുടെ പുല്ലെല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃഷിസ്ഥലം ഇവൻ്റെ അടുത്തുണ്ട്. നമുക്ക് പോയത് കാണണം. ഓണത് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പുറത്തൊരു അമ്മ തിരിഞ്ഞിരിക്കണേ കേട്ടോ ക്യാമറ വന്നോണ്ട്. അമ്മ ഉങ്ക പേര് സൊല്ലുങ്ക. അക്ക. സോറി. കൃഷ്ണവേണി. ആഹാ, നൈസ് നെയിം. അമ്മ ഉങ്ക പേര്? കസ്തൂരി. ഓക്കെ, അടിപൊളി. എല്ലാവരുടെയും പേര് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതേപോലെ കുറേ അധികം പുല്ല് ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കി. എല്ലമ്മയും സീതയും റോസിയും എല്ലാവരും ഇവിടെ മെനക്കെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന് വെയിലാണ്. പക്ഷേ അവർക്കിതൊക്കെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പുല്ലിൻ്റെ കളർ കണ്ട, എല്ലാം പച്ചയും കലർന്നൊരു കളറാണ്. പക്ഷേ ഇത് ഉണങ്ങിയതിന് ശേഷം കളറ് മാറും. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയാണെന്ന്. അമ്മ വരേ. താങ്ക് യു. എല്ലമ്മ ബായമ്മ. നല്ല കമ്പനിയായിരുന്നു കേട്ടോ. നമ്മുടെ പുല്ല് ഓരോന്നായിട്ട് ഇവിടെ ഒരു വലിയൊരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സിംഗിൾ പുല്ലായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇന്നാലേ കാണാൻ പറ്റുള്ളത്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓരോ സിംഗിൾ പുല്ലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോകണേന്. അതേപോലെ ഇത് നോർമൽ പച്ചക്കളർ പുല്ലാണെങ്കിലും അപ്പുറത്തുനിന്ന് റെഡ് കളർ പുല്ലും കൂടി പുല്ലായിക്കൊണ്ടിരിക്കുന്നത്. അത് അപ്പുറത്തുനിന്ന് കാണാം.
2 കളറിലെ പുല്ലാണ് കേട്ടോ. ഒരെണ്ണം ഗ്രീനും ഉണ്ട്, പിന്നെ ഒരെണ്ണം റെഡും ഉണ്ട്. രണ്ടും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി പോകണം നമുക്ക് കാണാൻ പറ്റും. റോക്കറ്റ് പോലെയാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ ആ ഓരോ പുല്ലും. ഹമീദ്, സാഗുൽ ഹമീദ്. ഓക്കെ, പുള്ളിയുടെ പേര് സാഗുൽ ഹമീദ് എന്നാണ്. എவ்வளோ വർഷമായിട്ട് പങ്കെടുക്കുന്നത്? 16 വർഷമാണ്. മിഷീൻ ഇല്ല, മിഷീനിൽ വർക്ക് പണില്ല. ஆனால் അതിൻ്റെ മുന്നാടി കൈ കൊണ്ട് இங்கே இருக்கா கை கொண்டு ஏதாவது? இல்லைல்ல, இப்போ இல்லை, முன்னாடி இருந்துச்சு. இது எங்கே எக்ஸ்போர்ட் பண்ணுங்களா? சென்னைக்கு. சரிண்ணா, நான் வர்றேன். ஓகே, தேங்க்ஸ். அது பார்க்குறதா பார்த்து என்ன அது போடுவாங்க, ரன் பண்ணுவாங்க. அது போடுவாங்களா? ஓகே ஓகே. കാഞ്ചീപുരം ടു വന്തവാസി പോണ വഴിക്ക് ഹൈവേയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കമ്പനി കാണാൻ പറ്റുമോ. ഇത് കളർഫുള്ളായിട്ടുള്ള പായയാണെങ്കിൽ ഇപ്പം നമ്മുടെ നോർമൽ പായുണ്ട്, അതും കൂടി ഇപ്പോൾ ഓൺ ചെയ്യുമെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ അത് ഓൺ ചെയ്തതിന് ശേഷം അതും കൂടി കാണിച്ചു തരാം. ഇരിക്കണത് ഈ സൈഡിൽ നിന്നും വരും, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും പുല്ല് ഇതിനകത്തോട്ട് കയറും. പുല്ല് കയറുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് താഴോട്ട് വരും. ഒരു ചെറിയൊരു പുല്ല്, സിംഗിൾ പുല്ല് ഇതിനോട്ട് താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടാണ് പിന്നെ താഴോട്ട് വീണിട്ട് പിന്നെ ഫില്ലായി വരും. ഇതാണ് സ്റ്റിച്ച് ഇടണേണ്ട. ഒരു പുല്ല് ഇതിനകത്ത് നിന്നിട്ട് ഇത് നേരെ താഴോട്ട് പോകും, പിന്നെ പ്രസ്സായിട്ട് അതിൻ്റെ പൊക്കത്ത് വേറെ വന്ന് വീഴും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഇതുണ്ടാവും. ഒരു പുല്ല് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും, അതിന് ചെറിയൊരു ദ്വാരമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നിന്ന് ഇതിൻ്റെ ഈ ചെറിയ കമ്പികളുടെ ഇടയിലോട്ട് കയറിയിട്ട് താഴോട്ട് പ്രസ്സായിട്ടാണ് ഇത് സംഭവം സ്റ്റിച്ചായി വരുന്നത്. മെഷീനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നൂലിലാണ് ശരിക്കും എല്ലാം നിൽക്കണത്. ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അതുകൊണ്ട് ഫുൾ ടൈം കണ്ണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അതേപോലെ ഇതിൻ്റെ അച്ചെന്ന് പറഞ്ഞ സാധനം ഒരു പായയുടെ ഫുൾ അച്ചാണ് ഇരിക്കുന്നത്. ഫുൾ ആർട്ട് വർക്ക്, ഏകദേശം ഒരു 4 മീറ്ററോളം വരുന്ന അച്ചാണ് ഈ കാണുന്നത്. അതേപോലെ ഇത് കണ്ടോ, നമ്മൾ പേപ്പറൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന പോലെ തന്നെ അതേപോലത്തെ ഒരു മെക്കാനിസം ആണ്. നോക്കിയേ, സാദിഖ് ബാദ്ഷാ. ഓ, ബാദ്ഷാ. പുള്ളിയുടെ പേര് സാദിഖ് ബാദ്ഷാ എന്നാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇത് ഓൺ ചെയ്ത് ഇതും അതേപോലെ കേട്ടോ, ഓരോ സിംഗിൾ ലെയറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റും. നല്ല ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പുല്ല് സിംഗിൾ പുല്ലായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോണത്. അതിനുശേഷം ഇത് ഇവിടെ വന്നിട്ട് ഫില്ലായിട്ട് ഇത് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഈ സൈഡിൽ കൂടി പുല്ല് പോകുന്നുണ്ട്, 2 സൈഡിൽ കൂടി പുല്ല്. അപ്പോൾ പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വെക്കണം. എന്ന് വെച്ചാൽ ചെറുതും വലുതും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുല്ല് ചെയ്യുമ്പോൾ അതിലെ ഗ്യാപ്പ് വീഴും. അതുകൊണ്ടാണ് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പുറത്ത് കാണാം. പായയുടെ സൈഡ് അടിക്കുന്ന സംഭവം ഉണ്ട്, അത് റിബൺ പോലെ ഇരിക്കുന്ന സാധനം. ഈ പായയുടെ നമ്മുടെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇതിൽ വിൽക്കുന്നില്ല കാണിക്കാനായിട്ട്. മുതലാളിയുടെ അനിയനാണ്. அவங்க പേര് இப்ராஹிம். இந்த பேர் தீன் சாய். எவ்வளோ வருஷமா இது பண்ணுற? நான் ஒரு 30 வருஷமாக பண்ணுறேன். 30 வருஷமா? நீங்கள் கையில் கை பாய் போட்டதுலேருந்து 30-40 வருஷம். 40 வருஷம் வந்தவாசியில். ஓகே. இப்போ பார்க்க முடியாது, இப்போ எல்லாம் மிஷின் தான். மிஷின் இப்போ வந்து மிஷின் போட்டு அங்கே ரன் பண்ணுறோம். ஓகே, அது ஃபாஸ்ட்டாக நடக்கும் അല്ലേ? ശരി, താങ്ക്സ്. അപ്പോൾ പുള്ളിയുടെ മക്കളാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പണ്ടൊക്കെ കൈ കൊണ്ട് കുറേ മെനക്കെടണമെന്ന്, ഇപ്പോൾ മെഷീനുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പരിപാടിയൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ കുറേ അധികം പായ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പായൊക്കെ ഉണ്ട്, ചെറിയ പായൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഒക്കെ ചെയ്യണ പായ. അതേപോലെ അവിടെ സ്റ്റിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ ബ്ലൂ കളറും സ്റ്റിച്ചിട്ടുണ്ട്. അതേപോലെ റെഡ് കളറിൽ നമ്മൾ അവിടെ കണ്ട റിബൺ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമ്മളവിടെ ചെന്ന് കണ്ട പ്രിൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഈ കാണുന്നതാണ്. എന്നാ നമുക്ക് പേര് കുപ്പൻ സുപ്പണ് കുപ്പൻ കുപ്പൻ കുപ്പൺ. ഓക്കെ, എൻ്റെ പേര് കുപ്പൺ എന്നാണ്. പുള്ളി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ കുറേ ഒരു പായ വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി സൂപ്പറായിരുന്നു. നമ്മൾ പുല്ല് സെറ്റ് ചെയ്യണതും അതേപോലെ പുൽപ്പായ സ്റ്റിച്ച് ചെയ്യണതെല്ലാം കണ്ടല്ലേ. അപ്പോൾ ആ പുല്ലിൻ്റെ കൃഷി ഇവിടെ തന്നെയുണ്ട്. ആ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെ ആ പുൽകൃഷിയുണ്ട്. ഓഹ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് പുല്ലിരിക്കണത്. നമ്മുടെ പായക്ക് യൂസ് ചെയ്യണ പുല്ലിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കിയേ, അത്യാവശ്യം നമ്മുടെ വയൽ പോലെ തന്നെ പായ കണ്ടില്ല, നീളത്തിൽ അവിടെ വരെ ഉണ്ട്. അതേപോലെ ആ അറ്റത്തും കൊണ്ട് നോക്കിയേ. എന്താണെന്ന് വെച്ചാൽ ചൂടാക്കാൻ വെച്ചേക്കണേ, അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോകും. അതുകൊണ്ട് റോഡ് സൈഡിൽ വെച്ചേക്കണത്. ആ സൈഡിലും കുറേ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിലും റോഡ് സൈഡിൽ ഇതേപോലെ ഫുട്പാത്ത് പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇനി ഇവിടെ നേരെ മുങ്ങാം. അപ്പോൾ ഇതാണ് ചെറിയ ഫാക്ടറി. അവരെ അച്ഛനും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം 12 മണി കഴിഞ്ഞെന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ടൂറിസ്റ്റ് പോലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് റോഡ് സൈഡിലെ ഹോട്ടലുകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഹോട്ടലൊക്കെ ഓപ്പൺ ആണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും പാത്രം കഴുകിക്കൊണ്ടിരിക്കണേ അവരുടെ ഹോട്ടലിൽ പുറത്ത്. അപ്പം തന്നെ മനസ്സിലാക്കാം ഒന്നും ഉണ്ടാവില്ല എന്ന്. 1 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ചെന്ന് നോക്കാം. അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, മതി. ഇഷ്ടംമാതിരി ഉണ്ട്. ഞാൻ ഓൺ ദ വേ ഒരു 10-500 കട കണ്ടിട്ടുണ്ട്. പക്ഷേ ബോർഡൊക്കെ റോഡിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഉള്ളിലോട്ട് പോകുമ്പോൾ കടയൊക്കെ അടച്ചിട്ടായിരിക്കണം. 100-ൽ 500-ൽ ഒരു 50 കടയൊക്കെ തുറന്നിട്ടുള്ളൂ. കോവിഡ് കാരണമായിരിക്കും യാത്രക്കാരൊന്നും ഇല്ല റോഡിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കട തുറക്കാത്തത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പൊറോട്ടയും സാമ്പാറുമാണ് കിട്ടിയത് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത്, ക്യാമറയൊക്കെ എടുത്ത സമയത്ത്, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറ എടുത്തത്. ആ സമയത്ത് ഒരു കൗതുകം നടന്ന സംഭവം. എന്താ സംഭവം എന്ന് വെച്ചാൽ കുരങ്ങൻ വന്നിട്ട് അവിടെ ലേസിൻ്റെ പാക്കറ്റ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുരങ്ങൻ അവിടെ വന്നിട്ട് ലേസിൻ്റെ പാക്കറ്റ് കടിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത്. ചേട്ടാ അതേ കുരങ്ങൻ എന്ന് പറഞ്ഞതും ഈ ചേട്ടൻ ഒരു വടിയെടുത്ത് ഓടിയതും കുരങ്ങൻ അതേപോലെ ലേസിൻ്റെ ആ പാക്കറ്റോടെ ഓടിക്കളഞ്ഞു. അതിനകത്തൊരു 10-20 ഉണ്ടായിരുന്നു. അതേപോലെ വലിച്ചിഴച്ച് ഇപ്പം നേരെ ഒരു ടെറസിൻ്റെ പൊക്കത്തോട്ട് കയറി. ഈ ചേട്ടൻ അതിൻ്റെ പുറകയിൽ ഓടി. എവിടെ അവസാനം കല്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഒച്ചപ്പാട് വിട്ട് കല്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇവനോടി രക്ഷപ്പെട്ട്. ഇത് 10-20 ലേസ് ഉണ്ടായിരുന്നു. എത്ര 15 രൂപ വെച്ചെങ്ങാണ്ടോന്നാണ് ലേസിന്. എന്തായാലും പുള്ളിയുടെ 100-300 രൂപ അടുത്ത് പോയിട്ടുണ്ട്. ഫൈനലി കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട്. ഏകാന്തനാഥേശ്വര ടെമ്പിളുണ്ട്. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് പോകണം. ഇനി അങ്ങോട്ടേക്ക് പോകണം. ഒരു കുരങ്ങൻ വന്നിട്ടുണ്ട്. സീനാക്കുമെന്നാണ് വിചാരിച്ചത്. വല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓടിക്കളഞ്ഞ് കഴിഞ്ഞാൽ സീനാവും. എൻ്റെ ജാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അവൻ പണി തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല. അവിടെ ഒരു പൂവുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി വന്നാണ് പുള്ളി. ഇപ്പോൾ ഏകാന്തനാഥേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എൻ്റെ റൂം. ഇവിടെ ടൂറിസ്റ്റുകൾ, സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഒരു ഛത്രമുണ്ട്. ഫ്രീ ആണ് അവിടെ. അപ്പോൾ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇന്നത്തെ ജേണി അടിപൊളിയായിരുന്നു. 40-45 കിലോമീറ്ററിനാണ് റൈഡ് ചെയ്തുള്ളൂ. പായ നീണ വീഡിയോസൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് വളരെ വൈബുള്ള സ്ഥലമായിരുന്നു. കുറേ കൃഷിക്കാരെയും കണ്ടു. അതേപോലെ നല്ല കിടിലൻ യാത്രയായിരുന്നു.
വളരെ കുറച്ച് കിലോമീറ്റേഴ്സിൽ ചവിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കാഞ്ചീപുരത്തെത്തി, റൂം എടുത്തു, ഫ്രഷായി. ഇപ്പോൾ ഇവിടെ സൂപ്പിൻ്റെ കടയാണ്. അവിടെ നിന്ന് ഒരു സൂപ്പ് ഓർഡർ ചെയ്ത മഷ്റൂം സൂപ്പാണ്, 20 രൂപയുണ്ടുള്ളത്. അപ്പോൾ അത് ഓർഡർ ചെയ്തതിന് ശേഷം അത് കുടിച്ചിട്ട് റൂമിൽ പോയിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങണം.